അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ അത് ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പല വിഭാഗമായിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് കർമ്മശാസ്ത്രം. അതുപോലെ വിശ്വാസശാസ്ത്രമുണ്ട്. അങ്ങനെ പല ശാസ്ത്രങ്ങളുമുണ്ട്. അപ്പോൾ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾക്ക് പരിശുദ്ധ ഇസ്ലാം എന്താണ് നിയമം പറയുന്നത്, ആ നിയമം പോലെ നമ്മൾ ചെയ്യുക, അതാണ് കർമ്മശാസ്ത്രം. അപ്പോൾ കർമ്മത്തിന് വിധി കൽപ്പിക്കുന്ന ഒരു ശാസ്ത്രത്തിനാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനാണ് മറ്റൊരു പേരിൽ ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ഫിഖ്ഹിനെ സംബന്ധിച്ച് ഇനി നിങ്ങളോട് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇന്ന് പല മജ്ലിസുകളും വാളുകളും ഒരുപാട് പരിപാടികൾ, ധാരാളം പരിപാടികൾ ഇന്ന് നിറഞ്ഞു കിടക്കുന്ന കാലമാണ്. റബീഉൽ അവ്വലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രമാണിച്ചുകൊണ്ട് ഒരുപാട് സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. റബീഉൽ ആഖിർ വരുമ്പോൾ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഒരുപാട് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് കർമ്മശാസ്ത്രങ്ങൾ പറയുന്ന വേദികൾ വളരെ കുറവായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമായ മനുഷ്യനെ അവൻ്റെ നിസ്കാരത്തിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളും അതേപോലെ ഫിഖ്ഹിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതായത് മരിച്ചാൽ ബാപ്പാൻ്റെ സ്വത്ത് ഓഹരി വെക്കുന്നത് എങ്ങനെ, അത് നമ്മൾ പഠിക്കൽ ആവശ്യമാണ്. അതേപോലെ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരത്തിൻ്റെ നിയമങ്ങൾ എന്തെല്ലാമെന്ന് അറിയൽ ആവശ്യമാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഇൽമിൽ വെച്ചു ഏറ്റവും ശ്രേഷ്ഠമായത് അവസരോചിതമായ ഇൽമാണ്. സന്ദർഭം വരുമ്പോൾ അതിൻ്റെ ഇൽമ് നമ്മൾ പഠിക്കൽ ആവശ്യമാണ്. ഉദാഹരണത്തിന് പെരുന്നാൾ വരുന്ന സമയത്ത് പെരുന്നാളിനെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം. പെരുന്നാളിൻ്റെ അകത്ത് ചെറിയ പെരുന്നാളിൽ ഫിത്ർ സക്കാത്തും വലിയ പെരുന്നാളിൽ ഉളുഹിയത്തുമൊക്കെ നമ്മൾ പ്രധാനമായി ചെയ്യുന്നൊരു കാര്യമാണ്, ഇബാദത്താണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കാനുണ്ട്. അവളുടെ നിസ്കാരത്തെ സംബന്ധിച്ചും അവൾക്ക് മെൻസസ് ഉണ്ടായാൽ ആ മെൻസസിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ പ്രസവ രക്തത്തിനെ സംബന്ധിച്ചും ആ രണ്ട് രക്തം അല്ലാതെ തന്നെ ബ്ലീഡിംഗ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്തിഹാലത്ത് എന്ന അറബിയിൽ പറയപ്പെടുന്ന രോഗരക്തം, അതിനെ സംബന്ധിച്ചും പെണ്ണുങ്ങൾ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കർമ്മശാസ്ത്രങ്ങൾ വിശാലമാണ്. ഷാഫി മദ്ഹബിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ ഈ വഴിയിലായെങ്കിലും ചില ആളുകൾക്ക് എത്തിപ്പെട്ടാൽ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയക്കുമ്പോൾ പറഞ്ഞൊരു വാക്കാണ് ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ. ഓ മുആദേ, നിന്നെക്കൊണ്ട് ഒരു വ്യക്തിയെ അള്ളാഹു ഹിദായത്താക്കിയാൽ, നീ യമനിൽ പോയി പഠിപ്പിച്ച ഇൽമു കൊണ്ട് ഒരാൾ അവൻ്റെ നിസ്കാരം കൃത്യമായി നന്നായി നിസ്കരിച്ചാൽ, അവൻ്റെ നോമ്പ് കൃത്യമാക്കിയാൽ, അവൻ കൊടുക്കുന്ന സക്കാത്തിനെ അവൻ കൃത്യമാക്കിയാൽ, അവൻ ചെയ്യുന്ന ഹജ്ജ് അവൻ കൃത്യമാക്കിയാൽ, ഇതെല്ലാം നിൻ്റെ ബോധനം കൊണ്ടാണ് എങ്കിൽ ആ ഒരു പുരുഷനെ കൊണ്ട് മാത്രം നിനക്ക് കിട്ടുന്ന ലാഭം ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ, ദുന്യാവിനേക്കാളും അതിലുള്ള സർവ്വ നിഅമത്തിനേക്കാളും അതിപ്രധാനമായതാണ് നീ ഒരു മനുഷ്യൻ നിന്നെക്കൊണ്ട് നന്നാവുക എന്നത്. ഇന്ന് പല വേദികളിലും കിട്ടാത്ത അത്യമൂല്യമായ ഒരു രത്നങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് എന്ന്, ഇസ്ലാം എന്താണ് പ്രതിപാദിക്കുന്നത് അതിനെ സംബന്ധിച്ച് എന്ന് അവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സും തുടർന്ന് വരും.
എല്ലാം നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം 2 ക്ലാസ്സും റസൂലുള്ളാഹിന്റെ മദ്ഹും അവിടുന്ന് പഠിപ്പിച്ചതായ കർമ്മശാസ്ത്രവും അത് രണ്ടും കഴിവുന്ന പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങൾ വെറും കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ക്ലാസ് രസകരമായ നിലയ്ക്ക് ക്ലാസ് ഉണ്ടാവില്ല, പക്ഷേ പഠിക്കാൻ അത്യാവശ്യമായ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അപ്പോൾ അത് നിങ്ങളെ മുഖേന ഒരാൾക്ക് എത്തിയാൽ, നിങ്ങളൊരു 10 ഗ്രൂപ്പിൽ അയച്ചാൽ, നിങ്ങളെ കൊണ്ടൊരാൾ ഹിദായത്തായാൽ, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു പുരുഷൻ നിങ്ങളെ കൊണ്ട് ഹിദായത്തായാൽ ഖൈറുല്ലക മിനദ് ദുനിയ വമാ ഫിഹാ, ദുന്യാവും ദുന്യാവിലുള്ള സർവ്വ വസ്തുവിനേക്കാളും നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ അത് എടുക്കും, കാരണം അത് കേട്ട് മടുപ്പ് തോന്നിപ്പോകണ്ടെന്ന് പറഞ്ഞ് മുഴുവനും ആ ക്ലാസ്, ഒരു ദിവസം എടുക്കുന്ന ക്ലാസ് അത് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം, സമയമുണ്ടാക്കി. എന്നിട്ട് അതിനെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം. അയച്ചു കൊടുത്ത് അവർക്ക് അതിനാൽ ഒരു ഉപകാരം കിട്ടിയാൽ തന്നെ അത് നിങ്ങൾക്ക് വലിയ ലാഭമാണ്. ആ കാരണമായി എനിക്കും അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും. ദുന്യാവിൻ്റെ ഒരു ലാഭം അതിൽ പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലിൻ്റെ പൊരുത്തം മാത്രം കരുതിയിട്ടാണ് ഈ ക്ലാസ് തുടരുന്നത്. അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് അസ്ഹാബുൽ ബദരീങ്ങളാക്കുകൊണ്ട്, മഹാന്മാരായ ഔലിയാക്കന്മാരാക്കുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തുടരും. അത് കർമ്മശാസ്ത്രമാണ്. അത് തുടർന്ന് ഒരു ദിവസവും മടങ്ങാതെ ആ ക്ലാസ് എടുക്കാനും അത് നിങ്ങൾക്ക് എത്തിക്കുവാനും അള്ളാഹു പ്രത്യേകമായ തൗഫീഖ് എനിക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് അത് കേൾക്കുവാനും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും അള്ളാഹു അർഹമായ തൗഫീഖ് നൽകി അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അടുത്ത ക്ലാസ്സിൽ ഞാനത് നോക്കി അതിന് മറുപടി നൽകും ഇൻഷാ അല്ലാഹ്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുന്ന മടി കാണിക്കേണ്ടതില്ല. ഏത് വിഷയമാണെങ്കിലും അത് നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ 1-2 ദിവസത്തിനിടയിലായി അതിന് മറുപടി വ്യക്തമായി നിങ്ങൾക്ക് നൽകും. നമുക്ക് വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മദ്രസയിൽ പഠിച്ച പഠനമല്ല നമുക്കിപ്പോൾ പഠിക്കുന്നത്, ബോധത്തോടെ പഠിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ആവശ്യമുള്ള കാലികമായ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.